ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു റീസ്റ്റാർട്ട്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഫിസിക്സ് ആണ് കേട്ടോ. 5 മുതൽ 10 വരെയുള്ള SCRTയിൽ PSCക്ക് ചോദിക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഓരോ ദിവസമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ പാർട്ട് 5 നമ്മൾ 5ാമത്തെ ക്ലാസ്സിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അതിന് മുൻപ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ രാസമാറ്റത്തെക്കുറിച്ചും ഭൗതിക മാറ്റത്തെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാഹനങ്ങളെ ചലിപ്പിക്കുന്നത് എന്താണ്? യന്ത്രോർജ്ജമാണ് അല്ലെ? ചലനത്തിന് സഹായിക്കുന്ന ഊർജമാണ് യന്ത്രോർജം അഥവാ യാന്ത്രികോർജം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജം. നമുക്കറിയാം രാസോർജമാണ് പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്നത്. വസ്തുക്കളുടെ അവസ്ഥ മാറുന്നതിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? വസ്തുക്കളുടെ അവസ്ഥ മാറില്ലേ, അതിന് നമ്മൾ അവസ്ഥാമാറ്റം. അപ്പൊ നമുക്ക് രണ്ടു തരം അവസ്ഥാമാറ്റങ്ങളാണ് ഉള്ളത്. ഒന്ന് ഭൗതിക മാറ്റവും രണ്ടാമത്തേത് രാസമാറ്റവും. ഓക്കെ, അപ്പൊ ഭൗതിക മാറ്റം എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. അതിനു മുൻപ് അവസ്ഥാമാറ്റം എന്താണെന്ന് നമുക്ക് ക്ലിയർ ചെയ്യാം. അപ്പൊ അവസ്ഥാമാറ്റം എന്ന് പറഞ്ഞാല് വസ്തുക്കളുടെ അവസ്ഥ മാറുന്നതാണ് അല്ലെ? എങ്ങനെയാണ് മാറുന്നത്? ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിലേക്ക് മാറുന്നതിനെയാണ് അവസ്ഥാമാറ്റം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അവസ്ഥ, ആകൃതി, വലിപ്പം എന്നിവയിൽ മാറ്റം വരുന്നത് അല്ലെങ്കിൽ മാറ്റം സംഭവിക്കുന്ന മാറ്റമാണ് ഭൗതിക മാറ്റം എന്ന് പറയുന്നത്. അവസ്ഥ, ആകൃതി, വലിപ്പം എന്നിവയിൽ മാറ്റം സംഭവിക്കുന്നതിനെ നമ്മൾ എന്ത് പറയുന്നു? എന്ത് മാറ്റം എന്നാണ് പറയുന്നത്? ഭൗതിക മാറ്റം. അപ്പൊ അവസ്ഥാ മാറ്റം രണ്ടു തരാണ് ഉള്ളത്, ഭൗതിക മാറ്റവും രാസമാറ്റവും ഉണ്ട്. ഭൗതിക മാറ്റം എന്ന് പറഞ്ഞാല് അവസ്ഥ, ആകൃതി, വലിപ്പം ഇതില് മാറ്റം സംഭവിക്കുന്നതാണ് ഭൗതിക മാറ്റം ട്ടോ. അങ്ങനെയെങ്കിൽ ഭൗതിക മാറ്റത്തിന് ഒരു ഉദാഹരണം ചോദിച്ചാൽ ഏത് പറയും? ഐസ് ഉരുകുന്നത് അല്ലെ? ഐസ് ഉരുകിയാലും അത് വെള്ളമായിട്ടാണ് മാറുന്നത്. പുതിയ പദാർത്ഥം ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. അതാണ് പറയുന്നത് ഭൗതിക മാറ്റം എന്ന് പറയുന്നത് കേട്ടോ. പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകാതെ സംഭവിക്കുന്ന മാറ്റമാണ് ഭൗതിക മാറ്റം. അപ്പോ ഭൗതിക മാറ്റത്തിൽ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുമോ? ഇല്ല, ഉണ്ടാകില്ല. ഭൗതിക മാറ്റത്തിൽ രൂപം മാറുമെങ്കിലും പുതിയ പദാർത്ഥം ഉണ്ടാകുന്നില്ല. അങ്ങനെയെങ്കിൽ പുതിയ പദാർത്ഥങ്ങൾ രൂപപ്പെടുന്ന മാറ്റം ഏതാണ്? രാസമാറ്റമാണ് കേട്ടോ. പദാർത്ഥങ്ങൾ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് നമ്മൾ രാസമാറ്റം എന്ന് പറയുന്നത്. അപ്പൊ ഭൗതിക മാറ്റവും രാസമാറ്റവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? ഭൗതിക മാറ്റത്തിൽ പുതിയ പദാർത്ഥം ഉണ്ടാകുന്നില്ല, രൂപം മാത്രമാണ് മാറുന്നത്. എന്നാൽ എന്തുണ്ടാകുന്നു? പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നു. ഓക്കെ, ഈ രാസമാറ്റം എന്ന് പറയുന്നത് സ്ഥിരമായിട്ടുള്ള മാറ്റമാണ് കേട്ടോ. സാധാരണയായി പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയാത്ത മാറ്റമാണ് രാസമാറ്റം. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, യാന്ത്രികോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്ന ഉപകരണം ഏതാണ്? ജനറേറ്റർ ആണ് കേട്ടോ. ജനറേറ്റർ ആണ് യാന്ത്രികോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്നത്. എന്നാൽ വൈദ്യുതോർജത്തെ യാന്ത്രികോർജമാക്കി മാറ്റുന്നതാണെങ്കിലോ മോട്ടറാണ് കേട്ടോ. ഈ ഫാൻ, അതുപോലെ തന്നെ മിക്സി തുടങ്ങിയവയിലൊക്കെ മോട്ടറാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അവിടെ വൈദ്യുതോർജത്തെ ആണല്ലോ യാന്ത്രികോർജമാക്കി മാറ്റുന്നത് അല്ലെ? അടുത്ത ക്വസ്റ്റ്യൻ, വെള്ളം ഐസാകുന്നത് ഏത് മാറ്റമാണ്? ഭൗതിക മാറ്റം തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഐസ് വെള്ളമാകുന്നതോ? അതും ഭൗതിക മാറ്റം തന്നെയാണ് അല്ലെ? പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല. ഭൗതിക മാറ്റത്തിന്റെ വേറൊരു എക്സാമ്പിൾ ആണ് മെഴുകുതിരി ഉരുകുന്നത് അല്ലെ? മെഴുകുതിരി ഉരുകിയാലും പുതിയ പദാർത്ഥം ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. ഉരുകിയ മെഴുക് വീണ്ടും ഗരമായിട്ട് തണുത്തുറഞ്ഞ് ഗരമായിട്ട് മാറുകയല്ലേ ചെയ്യുന്നുള്ളൂ, പുതിയ പദാർത്ഥം ഉണ്ടാകുന്നില്ല. അടുത്തത് രാസമാറ്റത്തിന് കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു തരാം. രാസമാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? പുതിയ പദാർത്ഥം ഉണ്ടാകുന്നതാണ് രാസമാറ്റം എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് ആണ് പേപ്പർ കത്തുന്നത്. പേപ്പർ കത്തിയാലും അത് ചാരവും പുകയായിട്ട് രൂപപ്പെടുന്നില്ലേ? അതായത് മറ്റൊരു പദാർത്ഥമായിട്ട് മാറുന്നുണ്ട്. അടുത്തൊരു എക്സാമ്പിൾ ആണ് മരം കത്തുമ്പോഴും പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നു. ഇരുമ്പ് തുരുമ്പിക്കുന്നു. ഇരുമ്പ് ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ച് തുരുമ്പായി മാറുന്നു. അതും ഒരു രാസമാറ്റമാണ്. അടുത്തത് പാല് തൈരാകുന്നത് ഏത് മാറ്റമാണ്? രാസമാറ്റം തന്നെയാണ്. പാലിന്റെ സ്വഭാവം മാറി പുതിയ പദാർത്ഥമായ തൈര് രൂപപ്പെടുന്നു. അപ്പോ രാസമാറ്റത്തിന് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്? പേപ്പർ കത്തുന്നത്, മരം കത്തുന്നത്, ഇരുമ്പ് തുരുമ്പിക്കുന്നത്, പാല് തൈരാകുന്നത്. ഇതെല്ലാം രാസമാറ്റത്തിന് ഉദാഹരണങ്ങളാണ്. ഇനി ഭൗതിക മാറ്റത്തിന് ഉദാഹരണങ്ങൾ എന്തൊക്കെയായിരുന്നു? ഐസ് വെള്ളമാകുന്നു, വെള്ളം ഐസാകുന്നു, മെഴുകുതിരി ഉരുകുന്നതും ഭൗതിക മാറ്റമാണ്. ഇനി വേറെ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു തരാം. ഗ്ലാസ് പൊട്ടുന്നത്, കടലാസ് കീറുന്നത്, ഇതൊക്കെ ഭൗതിക മാറ്റങ്ങളാണ് കേട്ടോ. ഇതൊക്കെ സംഭവിക്കുമ്പോഴും രൂപം മാത്രമാണ് മാറുന്നത്, അതിന്റെ പദാർത്ഥങ്ങൾ മാറുന്നില്ല.
വസ്തുക്കളുടെ ആകൃതി മാറുമ്പോൾ അത് ഏത് മാറ്റമാണ്? ഭൗതിക മാറ്റമാണ്. അവസ്ഥ ആകൃതിയൊക്കെ മാറുന്നത് ഭൗതിക മാറ്റമാണ്. വസ്തുക്കളുടെ വലുപ്പം മാറുമ്പോഴും അത് ഏത് മാറ്റം തന്നെയാണ്? ഭൗതിക മാറ്റം തന്നെയാണ്. ഇനി പറയാൻ പോകുന്നതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. എന്നാലും ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. പദാർത്ഥങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്ന മാറ്റമാണ് രാസമാറ്റം. രൂപത്തിലാണെങ്കിൽ അത് ഭൗതിക മാറ്റം. രാസമാറ്റത്തിൽ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുമോ? ഉണ്ടാകും. ഭൗതിക മാറ്റത്തിൽ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല. ഉരുകൽ ഏത് മാറ്റമാണ് ഉരുകുന്നത്? അത് ഭൗതിക മാറ്റമാണ് കേട്ടോ. തണുത്തുറയലും ഭൗതിക മാറ്റം തന്നെയാണ്. കത്തൽ ഏത് മാറ്റമാണ്? അത് രാസമാറ്റമാണ് കേട്ടോ. കത്തൽ ഏത് മാറ്റത്തിന് ഉദാഹരണമാണ്? രാസമാറ്റം. തുരുമ്പിക്കലും രാസമാറ്റത്തിന് ഉദാഹരണമാണ്. ഇനി ആഹാരം ദഹിക്കുന്നത് ഏത് മാറ്റമാണ്? ആഹാരം ദഹിക്കുന്നത് അതും രാസമാറ്റം തന്നെയാണ് കേട്ടോ. ദഹന പ്രക്രിയയിൽ പുതിയ പദാർത്ഥങ്ങൾ രൂപപ്പെടുന്നു. അതുകൊണ്ടാണ് ആഹാരം ദഹിക്കുന്നത് രാസമാറ്റമായത്. വിറക് കത്തുമ്പോൾ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുമോ? വിറക് കത്തുന്നത് ഏത് മാറ്റമാണ്? രാസമാറ്റമാണ്. അതുകൊണ്ട് തന്നെ പുതിയ പദാർത്ഥം ഉണ്ടാകും. മെഴുകുരുകുമ്പോൾ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുമോ? ഉണ്ടാകില്ല. അത് ഭൗതിക മാറ്റമാണ്. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് പദാർത്ഥങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചാണ്. ചില മാറ്റങ്ങളിൽ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകില്ല. അതാണ് ഭൗതിക മാറ്റങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ പുതിയ പദാർത്ഥങ്ങൾ രൂപപ്പെടുന്ന മാറ്റങ്ങളാണ് രാസമാറ്റങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്ന പല കാര്യങ്ങളും ഈ രണ്ട് മാറ്റങ്ങളുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ കേട്ടോ. അപ്പൊ ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.